എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ മാസത്തോടു കൂടി നമ്മുടെ മൺസൂൺ കാലം വന്നെത്തിയിരിക്കുകയാണ്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രായ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരുപോലെ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്ന ഒരു സമയമാണ്. പണ്ടൊക്കെ നമ്മൾ മഴക്കാലം പനിക്കാലം അല്ലെങ്കിൽ മഴക്കാലം മാരകാലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രോഗങ്ങളുടെ ഇടയിൽ മഴക്കാല കെടുതികൾ അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതര അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഡോക്ടർ റോഷൻ, എന്തൊക്കെയാണ് നമ്മുടെ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന രോഗങ്ങൾ? മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് 3 തരം രോഗങ്ങളാണ്. ഒന്ന് നമ്മളെ ജലം, അതായത് മലിനമായ ജലത്തിലൂടെ, അതിന് പറയുന്ന പേരാണ് ജലജന്യ രോഗം. 2 മലിനമായ വായുവിൽ നിന്ന് വരുന്നത് വായുജന്യ രോഗം. 3-മത്തേത് കൊതുക്, ഈച്ച പോലത്തെ വെക്ടേഴ്സ് കൊണ്ട് പരത്തുന്ന രോഗങ്ങൾ. ഇത് 3മാണ് സാധാരണതയിൽ നമ്മൾ മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ജലജന്യ രോഗങ്ങൾ, അതായത് മലിനമായ ജലത്തിലൂടെ വരുന്ന രോഗങ്ങൾ, അതിൽ മെയിനായിട്ട് നമുക്ക് 1 ടൈഫോയിഡ്, 2 മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ, 3-മത്തേത് വയറിളക്കം അല്ലെങ്കിൽ ഡയറിയ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കൊതുക് ഈച്ച പോലത്തെ വെക്ടർ ബോണായിട്ടുള്ള അത് പരത്തുന്ന രോഗങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിവ. 3-മതായിട്ട് വരുന്നത് വായു ഉണ്ടാവുന്ന രോഗങ്ങളാണ്. അതിലാണ് നമ്മളെ കോമൺ കോൾഡ്, ഫ്ലൂ, ഇൻഫ്ലുവൻസ അങ്ങനെയുള്ള അസുഖങ്ങൾ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർ ഇജാസ്, നമ്മൾ ഞാൻ പറഞ്ഞ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ പ്രേക്ഷകർ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഈ പറഞ്ഞ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ പ്രിവെൻഷനാണ്, നമുക്ക് പ്രതിരോധ മാർഗ്ഗങ്ങളാണ് എല്ലാ അസുഖങ്ങൾക്കും ആദ്യം വേണ്ട കാര്യം. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ 3 രീതിയിലാണ് അസുഖം പരക്കുന്നത്. വെള്ളത്തിലൂടെ അഥവാ വാട്ടർ ബോൺ, അതുപോലെ വായുവിൽ നിന്ന് എയർ ബോൺ, അല്ലെങ്കിൽ ചില ഈച്ച, കൊതുക്, ആ രീതിയിൽ വെക്ടർ ബോൺ എന്ന രീതിയിലാണ് അസുഖങ്ങൾ പരക്കുന്നത്. ഇതിൽ നമ്മൾ വെക്ടർ ബോൺ ഡിസീസ്, ഇപ്പോൾ കൊതുക്, ഈച്ച അങ്ങനത്തെ കാര്യങ്ങൾ പരത്തുന്ന അസുഖങ്ങൾ നമുക്ക് തടയാൻ നമ്മൾ സാധാരണ എല്ലാവരും വീടിൻ്റെ ചുറ്റുവട്ടത്തും പൊതുവേ എന്തെങ്കിലും ചിരട്ടകൾ, ചെറിയ പാത്രങ്ങൾ, അതുപോലെ അടപ്പുകൾ, ചെടികളില്ലാത്ത ചട്ടികൾ, പിന്നെ ഉപയോഗശൂന്യമായ ടയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒഴുക്കില്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. കഴിയുന്നതും അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം അതുവഴിയാണ് ഈ കൊതുകെല്ലാം മുട്ടയിടുന്നതും കൂടുതൽ പരക്കുന്നതെല്ലാം ചെയ്യുന്നത്. പിന്നെ മലിനമായ വസ്തുക്കൾ പൊതു സ്ഥലത്ത് വെക്കാതിരിക്കുക. ഈച്ചയൊക്കെ വന്നുനിന്ന് ആ വഴിയും അസുഖങ്ങൾ വരാം. പിന്നെ നമ്മൾ കൊതുക് കടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിപ്പല്ലൻ ക്രീം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മഴക്കാല സമയത്ത് നമുക്ക് നെറ്റുകൾ യൂസ് ചെയ്യാം, കൊതുകിൻ്റെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വഴി നമുക്ക് വെക്ടർ ബോൺ ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. 2-മത്തെ കാര്യം വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയും. ഈ വാട്ടർ ബോൺ ഡിസീസ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഹൈജീൻ ആണ് കൂടുതൽ വേണ്ടത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും വെള്ളം, എല്ലാവരും പറയുന്ന പോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. കഴിയുന്നതും മഴക്കാല സമയത്ത് പൊതുസ്ഥലത്ത് നിന്നുള്ള വെള്ളം നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമുക്ക് മെയിനായി ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിയുന്നതിന് മുമ്പും ശേഷവും കൈ നന്നായിട്ട് കഴുകുക, എപ്പോഴും സാനിറ്റൈസ് ചെയ്യുക. ആ മാർഗ്ഗങ്ങളാണ് നമ്മൾ വാട്ടർ ബോൺ ഡിസീസ് തടയാൻ വേണ്ടി ചെയ്യേണ്ടത്. 3-മത്തെ നമ്മൾ എയർ ബോൺ എന്ന് പറയും, അഥവാ വായുവിലൂടെ പരക്കുന്ന രോഗങ്ങൾ. അതിലും പറഞ്ഞ പോലെ നമ്മൾ ഹൈജീൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. 1-മത്തെ കാര്യം നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തുമ്മുമ്പോഴോ ചുമക്കുന്ന സമയത്തോ നമ്മൾ വായ പൊത്തി പിടിക്കാനോ കർച്ചീഫ് യൂസ് ചെയ്യാനോ ശ്രമിക്കുക. അതെ, മാസ്ക് തന്നെ ഒരു പരിധി വരെ പറഞ്ഞ് നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്യുന്നത് ഒരൊറ്റ മാർഗ്ഗം കൊണ്ട് നമുക്ക് തടയാൻ പറ്റും. മാസ്ക് വെച്ച് നമുക്ക് തടയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡൊക്കെ വീണ്ടും കൂടി വരുന്ന സാഹചര്യത്തിൽ മാസ്കിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ഹൈജീൻ, അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ വെക്ടർ ബോൺ ആണെങ്കിലും ശരി, വാട്ടർ ബോൺ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ എയർ ബോൺ ആണെങ്കിലും ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പൊതുവേ എല്ലാ സ്ഥലത്തും നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇടവേളകളിലും സാനിറ്റൈസർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രതിവിധികൾ എടുത്താൽ തന്നെ, പ്രിവെൻഷൻ എടുത്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മഴക്കാലകെടുതികളായ ഈ രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും. നമ്മളിപ്പോൾ ഏതാനും അസുഖങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും, പല മഴക്കാലങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് പല ആൾക്കാർ ജീവനും അപഹരിച്ചിട്ടാണ് അസുഖങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ മോസ്റ്റ് ഡെഡ്ലി അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ അപഹരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കൂട്ടാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് 3 അസുഖങ്ങളാണ്, മഴക്കാല അസുഖങ്ങൾ വളരെ ഡെഡ്ലി ആയിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിലൊന്ന് ഡെങ്കി ആണ്, 2 ഹെപ്പറ്റൈറ്റിസ് ഓർ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖമാണ്, 3 ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്നുള്ള അസുഖങ്ങളാണ്. ഈ 3 അസുഖങ്ങളും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാധാ ഒരു പനിയൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പേഷ്യൻ്റ് യൂഷ്വലി നമ്മളെ അടുത്ത് വരുമ്പോഴേക്ക് യൂഷ്വലി അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പോഴായിരിക്കും യൂഷ്വലി പേഷ്യൻ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അസുഖങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. ചികിത്സിക്കാൻ ഞങ്ങൾ ഡോക്ടർമാർ സജ്ജരാണ്. എങ്കിലും പ്രതിരോധമാണ് ഉത്തമം. താങ്ക് യു.